ഹായ് ഹലോ ഇറ്റ്സ് മീ ആശ്രിത ശ്രീജിത്ത്. ഫെബ്രുവരി 14 ഇറങ്ങിയ ബ്രൊമാൻസ് മൂവിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അരുൺ ഡി ജോസ് ഡയറക്റ്റ് ചെയ്ത് ആഷിഖ് ഉസ്മാൻ്റെ പ്രൊഡക്ഷനിൽ വന്ന മൂവിയാണ്. ഇതിനകത്തെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പ്രേമലു ഫിലിമിലൂടെ തന്നെ നമുക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. മാത്യു, പിന്നെ ശ്യാം മോഹൻ, പിന്നെ സംഗീത് പ്രതാപ്, പിന്നെ വന്നിട്ട് കലാഭവൻ ഷാജോണുണ്ട്, പിന്നെ മഹിമ നമ്പ്യാർ. ഇവരെയൊക്കെ ഒരു വലിയൊരു കോംബോ തന്നെയാണ് ഈ മൂവി എന്ന് പറയുന്നത്. എനിക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ എനിക്ക് ഫിലിം ഇഷ്ടപ്പെട്ടു. നമുക്കൊരു വൺ ടൈം വാച്ച് നല്ല എൻ്റർടൈൻമെൻ്റ് ഒരു മൂവിയാണ്. എന്താ പറയുക, നമുക്ക് വലിയ ബോറടി എന്നൊന്നും പറയാനില്ല, വലിയ സ്റ്റോറി എന്ന് പറയാനൊന്നുമില്ല, പറയത്തൊക്കെ വലിയൊരു ക്ലൈമാക്സോ ഒരു സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്ക് ഫാമിലിയോട് കൂടി അല്ലെങ്കിൽ ഫ്രണ്ട്സോട് കൂടി വന്ന് നമുക്ക് ഇരുന്ന് ഒരു 2-2.25 മണിക്കൂർ നമുക്ക് ഒരു റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത്യാവശ്യം നല്ല കളർഫുള്ളൊരു മൂവിയാണ്. അതായത് നമ്മുടെ ബ്രോഡാഡി ഫിലിമൊക്കെ എടുത്തിട്ട് നല്ല കളർഫുൾ ഒരു ടൈപ്പ് പോലെ ആ ഒരു ഫീലിംഗ് തന്നെ എനിക്ക് ഇതിലും ഫീൽ ചെയ്തു. ബ്രൊമാൻസിൽ നല്ല കളർഫുള്ള്. പിന്നെ എടുത്തു പറയണതിൻ്റെ എഡിറ്റിങ്, അബ്ബാരെ എഡിറ്റിംഗ് ആണിത്. ഇതിൻ്റെ അകത്തെ പാട്ടിൻ്റെ ആണെങ്കിലും അല്ലാത്ത ഇതിൽ ഒക്കെ ആണെങ്കിലും എഡിറ്റിങ് സൂപ്പറാണ്. ചമൻ ചാക്കോയാണ് ഇതിൻ്റെ എഡിറ്റിങ് വന്നിരിക്കുന്നത്. എക്സലൻ്റ് ആയിട്ട് എഡിറ്റിങ്ങിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനായിട്ട് കോമഡി ഇതിനകത്ത് എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കോമഡി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇതിനകത്ത് ഹാൻഡ് ഓവർ ചെയ്തത് നമ്മുടെ സംഗീത് പ്രതാപാണ്. എന്താ പറയുക, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആളുടെ ഒരു പ്രസൻസ് ഇതിനകത്ത് എപ്പോഴും ഉണ്ട്. കുറച്ച് എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആവുമെന്ന് നമുക്കൊരു ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സംഗീത് പ്രതാപിൻ്റെ ഒരു നല്ലൊരു ട്വിസ്റ്റും കോമഡി അല്ലേ, എന്താ പറയുന്നത്, അതിലോട്ട് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇതാണ്. പ്രേമലുവിൻ്റെ അതിനെക്കാട്ടിലും ഒന്നുകൂടെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഈ ബ്രൊമാൻസ് മൂവി തന്നെയാണ്. പിന്നെ അതിനകത്ത് വരുന്നത് ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അർജുൻ അശോകാണ്. അർജുൻ അശോകൻ്റെ ഇതിലൊരു ആദ്യത്തെ പാർട്ടിൽ അർജുൻ അശോകൻ ഒരു ചെറിയൊരു സൈലൻറ്റ് രീതിയിൽ തന്നെ പോയി. പക്ഷെ സെക്കൻഡ് പാർട്ട് വരുമ്പം അർജുൻ അശോകൻ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പിലുള്ള ഒരു അഭിനയം എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് പറയുന്നത് മാത്യുവിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് മാത്യു അതിനകത്ത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനായിട്ട് ഇതിനകത്ത് മ്യൂസിക് എന്ന് പറയുന്നത് ഗോവിന്ദ് മേനോനാണ് ചെയ്തത്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഒരു മാരേജ് റിസപ്ഷൻ്റെ ഒരു പാട്ടും അതിൻ്റെ അടുത്തൊരു ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ല എന്താ പറയുക, നല്ല കളർഫുള്ളായിട്ട് നല്ല ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത് തന്നെ ആ ഒരു ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് കൂടുതൽ ഒന്നുകൂടി ഇഷ്ടപ്പെട്ട അതിൻ്റെ അകത്തെ ഒരു കളർ കോമ്പിനേഷനും പിന്നെ പറയാനായിട്ട് അതിനകത്ത് അവരുടെ ആ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് നല്ല രസമുള്ളൊരു കോസ്റ്റ്യൂംസ് ആയിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതൊരു എന്തായാലും ഒരു വൺ ടൈം വാച്ച് മൂവി തന്നെയുണ്ട്. നമ്മുടെ ക്യാഷിന് വെർത്തായിട്ട് തന്നെയുള്ളൊരു വൺ ടൈം വാച്ച് മൂവി തന്നെയാണ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു 2.25 മണിക്കൂറത്തെ എൻ്റർടൈൻമെൻറ്റ് കളർഫുൾ മൂവി തന്നെയാണ്. നമുക്ക് വലിയ ബോറടി അങ്ങനെയൊന്നുമില്ല. എനിക്ക് വലിയ ലാഗിങ് ആയിട്ടുള്ള ഒന്നൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ മസ്റ്റായിട്ട് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.